പറഞ്ഞിട്ടുണ്ട്. എന്താണ് സ്കാനിങ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് വായനയായിരിക്കും അല്ലേ. ഇപ്പം ഇതിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഇപ്പം കുറേ പേസേജാണ് തന്നിട്ടുള്ളത്. അപ്പം അതിലെന്താ സ്കാനിങ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞുതരാം. ഇറ്റ് ഇൻവോൾവ്സ് നോട്ട്സ് ടു റെക്കഗ്നൈസ് വേർഡ്സ് ബട്ട് ഓൾസോ ഗ്രാസ്പിംഗ് ദെയർ മീനിങ് ഓഫ് ദ കോണ്ടെക്സ്റ്റ് അല്ലേ. നമ്മൾ ഈ പാസേജ് വായിക്കുമ്പോൾ ഇപ്പോഴും അതിലെ വേർഡ്സ് എന്താ അങ്ങനെയല്ല നോക്കാം. നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസ് വായിച്ചു അല്ലെങ്കിൽ ഒന്നിലധികം ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ നമുക്ക് അതിൽ ഓരോരോ വരിയുടെയും ഓരോ വേർഡ്സിൻ്റെയും അർത്ഥങ്ങൾ നോക്കി വായിക്കുന്നതിന് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് സ്കാനിങ് റീഡിംഗ് പറയും. സ്കിമ്മിങ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല. ആ ഒരു പാസേജ് അല്ലെങ്കിൽ ഒരു ഫ്രേസ് വായിക്കുമ്പം നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാവും, അതിൻ്റെ ഒരു ഓവറോൾ എന്താണ് അത് പറയുന്നത്, അതിൻ്റെ മീനിങ് എന്താണ് അതിന് കൺവേ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്താണോ അതിൽ നിന്ന് വേണ്ടത് എന്ന രീതിക്ക് മാത്രം നമ്മൾ കുറച്ചുകൂടി പെനിട്രേറ്റ് ആയിട്ട് വായിക്കാതെ ഒരു ഔട്ട്ലൈൻ വായിച്ചു പോകുന്നതാണ് സ്കിമ്മിങ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ. There are different types of reading techniques that helps in understanding text difficulty. Skimming helps in quickly identifying the main idea, while scanning is useful locating specific information. അല്ലേ, സ്കിമ്മിങ് റീഡിംഗ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ പാരഗ്രാഫ് അല്ലെങ്കിൽ പാസേജ് എന്താണോ ഐഡിയ കൺവേ ചെയ്യുന്നത് മാത്രമേ നമ്മൾ മനസ്സിലാക്കൂ. വേറെ സ്കാനിങ് റീഡിംഗ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും നമ്മളിത് വായിക്കുന്നത്. Intensive reading focus on detailed understanding, whereas extensive രണ്ട് ടൈപ്പ് ഓഫ് സ്കിമ്മിങ് റീഡിംഗിൽ സ്കാനിങ് റീഡിംഗ്, അതേപോലെ ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് റീഡിങ്. എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത് യൂസ്ഡ് ഫോർ ഗ്രാസ്പിംഗ് ഓവറോൾ മീനിങ് ആൻഡ് എൻജോയ്മെൻറ്റ്. രണ്ടും ഒരേ മീനിങ് ആണ് എല്ലാത്തിൻ്റെയും വരുന്നെങ്കിലും അതിൻ്റെ വേർഡ്സിലാണ് വ്യത്യാസം. സ്കിമ്മിങ് പറയുമ്പോൾ തന്നെയാണ് ഇൻറ്റൻസീവ് റീഡിംഗ് എന്ന് പറയുന്നതും സ്കാനിങ് റീഡിംഗ് എന്ന് പറയുമ്പോൾ തന്നെയാണ് എക്സ്റ്റെൻസീവ് റീഡിംഗ് എന്ന് പറയുന്നത്. By practicing comprehension exercise when using techniques, readers can improve their ability to process information quickly and accurately. Regular readings, especially diverse text, enhance അല്ലേ. നമുക്കിതിൽ എന്താണ് ഈ റീഡിങ് റെഗുലറായിട്ട് നന്നായിട്ട് വായിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ചിലർ ഒറ്റയിരിപ്പിന് ഒരു ബുക്ക് വായിച്ചു തീർക്കും. അപ്പോൾ റീഡിങ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുന്നതനുസരിച്ച് റീഡിങ്ങിൻ്റെ നമ്മൾ റീഡിങ് സ്ട്രക്ചർ റീഡിങ്ങിന് ഒരു പാസേജോ അല്ലെങ്കിൽ ഒരു പാരഗ്രാഫോ ഒരു സ്റ്റോറി എന്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് വായിക്കുന്നതിൻ്റെ ആ രീതിയിലും നമ്മൾ വായനേൻ്റെ സ്റ്റൈലിലും നമ്മൾ എന്തെങ്കിലും റീഡിങ് സ്റ്റൈൽസിലും നമുക്ക് ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ അത്രയും കാര്യം ഇതിൽ ഓരോ പാസേജ് ഉണ്ട്. അപ്പോൾ അതിന് സ്കിമ്മിങ് റീഡിങ്ങും സ്കാനിങ് റീഡിങ്ങും ആയിട്ട് നോക്കുക, വായിച്ച് നോക്കുക. അതിൽ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതിനാണെന്നത് എന്താണോ ഉദ്ദേശിക്കുന്നത്, നമുക്ക് എന്താണോ വേണ്ടത് എന്നുള്ളത് മാത്രം നോക്കി പോകുന്നതാണ് സ്കിമ്മിങ്. മറ്റത് ഡീറ്റെയിൽ വായനയായിരിക്കും. ഓക്കെ, ദെൻ അനലൈസിങ് ലിറ്ററേച്ചർ. അനലൈസിങ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഇതിലെന്താണ് ഒരു ലിറ്ററേച്ചർ ഇപ്പം നല്ല പാസേജ് എന്ന് പറഞ്ഞ ഒരു ലിറ്ററേച്ചർ ഒരു പോയട്രി ഒരു ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ലേഖനം തരുമ്പോൾ അതെങ്ങനെ അനലൈസ് ചെയ്യുക, അതിനെങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളത് അത് എങ്ങനെ തന്നെയാണ്. ലിറ്ററേച്ചർ ഈസ് ബിൽറ്റ് ഓൺ വാരിയസ് എലമെൻറ്റ്സ് സച്ച് ആസ് them, plot, character, setting and style, each contributing to the overall impact of the work. Understanding these elements separates the writer's craft and text significance. Analyzing literature becomes easier when we recognize patterns. അല്ലേ, അനലൈസിങ് ലിറ്ററേച്ചറിൽ പറയുമ്പോൾ നമുക്കൊരു ലിറ്ററേച്ചർ തരുന്ന സമയത്ത് നമുക്ക് അതെന്താണ് കുറച്ചും കൂടി ഈസിയർ ആണ് അതിൻ്റെ പാറ്റേൺസ്, സിമ്പിൾസ്, ലിറ്ററേച്ചർ ഡിവൈസ്, ഷേപ്സ് ആൻഡ് നെറേറ്റീവ്സ് എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ. By developing a critical perspective and asking meaningful questions, we can uncover multiple layers in interpretations, making reading experience. അല്ലേ, ലിറ്ററേച്ചർ സ്കിൽസ് പറയുന്നത് എന്താണ് നമുക്ക് കുറച്ചും കൂടി എന്താണ് അതിൻ്റെ സിമ്പിൾസും അതിൻ്റെ പാറ്റേൺസും അതിൻ്റെ സ്ട്രക്ചറും നാച്ചുറലും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹെൽപ്ഫുൾ ആണെന്നാണ്. പിന്നെ നമുക്ക് നോക്കാം ഗ്രാമർ ആൻഡ് വൊക്കാബുലറി. ഗ്രാമർ ആൻഡ് വൊക്കാബുലറിയിൽ എന്താണ് പറയുന്നത്, ഇത് ഓവറോൾ ഇതൊക്കെ ഈ കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ആണ്. ഇതിലൊന്നും അത് വലിയ രീതിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്കിതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാം. ഇപ്പോൾ ഈ അനലൈസിങ് ലിറ്ററേച്ചറിലൊന്നും പ്രത്യേകിച്ചൊരു ക്വസ്റ്റ്യൻ ഫോമാറ്റിലൊന്നും എക്സാമിന് ചോദിക്കാനില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഒരു പാസേജ് വായിക്കുക, ഒരു റീഡിങ് സ്കില്ലിലേക്ക് എങ്ങനെ മോൾഡ് ചെയ്തെടുക്കാനുള്ളതാണ് നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ. ഓക്കെ, പിന്നെ ഗ്രാമർ ആൻഡ് വൊക്കാബുലറിയിൽ എന്താണ് ഗ്രാമേഴ്സും അതിൻ്റെ വൊക്കാബുലറീസും ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് കാറ്റഗറൈസ് സെൻറ്റൻസ്, അസർട്ടീവ് ആൻഡ് ഇംപറാറ്റീവ്. നമ്മൾ മുന്നത്തെ യൂണിറ്റിൽ കവർ ചെയ്ത് പോയ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ക്വസ്റ്റ്യൻ ഫോമുള്ള ഒരു പോർഷനാണ്. അതായത് നമ്മൾ പഠിച്ചു ഇംപറാറ്റീവ്, അസർട്ടീവ്, എക്സ്പ്ലനേറ്ററി സെൻറ്റൻസസ് ഒക്കെ അതെങ്ങനെ കൺവേർട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഓവറോൾ നമുക്ക് ഇതിൽ പറഞ്ഞു പോകുന്നത്. പിന്നെ എസ്സേ റൈറ്റിംഗ് എങ്ങനെയാണ്, റിപ്പോർട്ട് റൈറ്റിംഗ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ്. എസ്സേ റൈറ്റിങ്ങിലൊക്കെ എങ്ങനെയാണ് വരിക,
എസ്സേ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ആർഗ്യുമെൻറ്റേറ്റീവ് എസ്സേ ഉണ്ട്, എക്സ്പോസിറ്ററി എസ്സേ ഉണ്ട്, നരേറ്റീവ് എസ്സേ ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് എസ്സേ ഉണ്ട്. എസ്സേ അല്ലേ, എസ്സേ എന്ന് പറയുമ്പോൾ എന്താ, നിങ്ങൾക്ക് എസ്സേ ഒക്കെ എഴുതാനുണ്ടാവില്ലേ, അതിൽ നമുക്ക് വലിയ എസ്സേസ് ഉണ്ട്, അതിനൊക്കെയാണ് ഓരോന്ന് പറയുന്നത്. എന്ത് നരേറ്റീവ് എസ്സേ. നരേറ്റീവ് എസ്സേ എന്ന് പറഞ്ഞാൽ എന്താണ്, ആൻസിഡോറ്റൽ ആൻഡ് എക്സ്പീരിയൻ്റൽ, ഇറ്റ് ടെൽസ് എ വിവിഡ് സ്റ്റോറി യൂഷ്വലി ഫ്രം ദ പെർട്ടിക്കുലർ പേഴ്സൺസ് ആൻഡ് വ്യൂ പോയിന്റ്സ് അല്ലേ. ഒരാളുടെ വ്യൂ പോയിന്റിൽ അയാൾ അതിനെ പറ്റിയിട്ട് എഴുതുന്നതിനാണ് നരേറ്റീവ് എസ്സേ എന്ന് പറയുന്നത്. എക്സ്പോസിറ്ററി എസ്സേ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പ്ലോർ ആൻ ഐഡിയ ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഫാക്ച്വൽ ഇൻഫോർമേഷൻ, കമ്പയർ ആൻഡ് കോൺസ്ട്രക്റ്റീവ് അല്ലേ, ഒരു ഫാക്ച്വൽ ഇൻഫോർമേഷൻ കൺവേ ചെയ്തിട്ട് അതിനെക്കുറിച്ച് മാത്രം അല്ലേ നമുക്കൊരു ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി എഴുതുന്നതാണ് എന്ത് എക്സ്പോസിറ്ററി എസ്സേ എന്ന് പറയുന്നത്. ദെൻ കമ്പോണൻസ് ഓഫ് എസ്സേസ് എന്തൊക്കെയാണ് വരുന്നത്, കമ്പോണൻസ് എന്തൊക്കെയാണ് എസ്സേ എഴുതുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കണം, നമ്മളൊക്കെ എക്സാമിന് എസ്സേ എഴുതുന്ന ആൾക്കാരാണ്. എന്താണ് അതിൻ്റെ കമ്പോണൻറ്റ്, ഫസ്റ്റ് ഉണ്ടായിരിക്കണം, ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം അല്ലേ. എസ്സേ എന്താണ് നമ്മൾ പറയുന്നത്, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആമുഖം എന്തിനെ കുറിച്ചാണെന്നുള്ളത്. നമ്മളിപ്പോൾ ഒരാൾ എസ്സേ വായിക്കണമെന്നുണ്ടെങ്കിൽ അത് എന്താ, പെട്ടെന്ന് ഒരാൾക്ക് അത് വായിക്കാനുള്ള ഇതുണ്ടെങ്കിൽ അതിൽ എന്താണ് മെൻഷൻ ചെയ്യുന്നത്, ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. ദെൻ നമ്മൾ എന്തിനെക്കുറിച്ചാണ് എഴുതുന്നത് ആ കാര്യം നന്നായി ഡെവലപ്പ് ചെയ്ത്, ഒരു ഐഡിയ ഉണ്ടാവുക, ഡെവലപ്പ് ചെയ്ത് എഴുതുക. ലാസ്റ്റ് എന്തായിരിക്കണം, അതിനൊരു കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. അതാണ് എന്തെന്ന് പറയുന്നത് ഒരു എസ്സേൻ്റെ കമ്പോണൻ്റ് തന്നെ. ദെൻ റിപ്പോർട്ട് റൈറ്റിംഗ്. റിപ്പോർട്ട് റൈറ്റിങ്ങിൽ എങ്ങനെയാണ് ഫീച്ചേഴ്സ്, ഒരു നല്ല റിപ്പോർട്ട് റൈറ്റിങ്ങിൽ ഒരു ഗുഡ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഒരു ക്ലിയർ ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം, പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം റിപ്പോർട്ട് റൈറ്റിംഗിൽ അല്ലേ. റിപ്പോർട്ട് റൈറ്റിംഗ് നമ്മളിപ്പോൾ ന്യൂസ് മാഗസീൻസ് ഒക്കെ എടുത്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു റിപ്പോർട്ട് റൈറ്റിംഗ് ആണ് അല്ലേ, ആ ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊരു ഒബ്ജക്റ്റീവ് അല്ല, എന്തിനെക്കുറിച്ചാണ് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കണം, ഒരു പ്രോപ്പർ സ്ട്രക്ചറിലായിരിക്കുന്നത് ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ ഈസി ആൻഡ് ക്ലിയർ ലാംഗ്വേജ് ആയിരിക്കണം യൂസ് ചെയ്തിരിക്കുന്നത്. ഓഡിയൻസ് അപ്രോപ്രിയേറ്റ് ജോണേഴ്സ് ഉണ്ടായിരിക്കണം. ആക്യുറേറ്റ് ഇൻഫോർമേഷൻ, ഒബ്ജക്റ്റിവിറ്റി, റെലവൻസ്, കൺസിസ്റ്റൻസ്, അട്രാക്റ്റീവ് പ്രസൻറ്റേഷൻ അല്ല. ഇത്രയും കാര്യങ്ങൾ എന്തുണ്ടായിരിക്കണം, ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലാണ് അതെന്ത് ഒരു ഗുഡ് റിപ്പോർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ദെൻ ഒരു റിപ്പോർട്ടിൻ്റെ സ്ട്രക്ചർ, നേരത്തെ പറഞ്ഞ എസ്സേൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിനും കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയായിരിക്കും, ടൈറ്റിൽ ഉണ്ടായിരിക്കണം അല്ലേ, ഒരു നമ്മൾ ന്യൂസ് പേപ്പർ എടുക്കുമ്പോൾ അതിനൊരു ഹെഡ്ലൈൻ ഉണ്ടായിരിക്കില്ല, ഒരു ടൈറ്റിൽ ഉണ്ടായിരിക്കണം. ദെൻ ടാബിൾ ഓഫ് കണ്ടൻസ്, കണ്ടൻറ്റ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോബ്ലം, പിന്നെ എന്തിനെ പറ്റിയാണോ നമ്മൾ എഴുതുന്നത് അതിന് ആ പ്രോബ്ലത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ആ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ ഓഡിയൻസ് അവരുടെ ജോണറിലും കൂടി ചിന്തിച്ചിട്ട് വേണം എഴുതാൻ. ഓക്കെ, ഇതൊരിക്കലും ഒരു എന്താ പറയുക ബുക്സ് അല്ല റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവ്, ഓഡിയൻസിൻ്റെ ആംഗിളും കൂടി ചിന്തിച്ചിട്ട് വേണം പെടുന്നത് റിപ്പോർട്ട് റൈറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, ഹെഡ്ലൈൻ ഉണ്ടായിരിക്കണം, കണ്ടൻറ് ഉണ്ടായിരിക്കണം, കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം, അപ്പൻഡിസൈസ് ഉണ്ടായിരിക്കണം, ബോഡി, കൺക്ലൂഷൻ അല്ലേ, റിപ്പോർട്ടേഴ്സ് നെയിംസ്, ഇത്രയും കാര്യങ്ങൾ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം ഒരു റിപ്പോർട്ടിന്. അതാണ് ഒരു റിപ്പോർട്ട് റൈറ്റിംഗ്. നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട് ഒരു റിപ്പോർട്ട് റൈറ്റിംഗ്, റിപ്പോർട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ഓവറോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. ഈ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഓക്കെ, നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ഓവറോൾ നമ്മളിപ്പോൾ പഠിച്ചെന്താണ് ഇംഗ്ലീഷിനെ കുറിച്ചാണ്. ഇംഗ്ലീഷിൻ്റെ തുടക്കം തൊട്ടിട്ട് നൗണ്, വേർബ്സ് കാര്യങ്ങൾ തൊട്ടിട്ട് then അതിൻ്റെ സെൻറ്റൻസ് ആക്കി. നമ്മൾ ഇന്ന് നോക്കിയ സെൻറ്റൻസ് ഫോർമേഷൻ ആണ്. സെൻറ്റൻസ് ഫോർമേഷനിൽ എങ്ങനെ വരുന്നു, പിന്നെ ഒരു പാസേജ്, ഇത്രയും സെൻറ്റൻസ് ഫോർമേഷൻ, കോമൺ എറേഴ്സ് വരാൻ നിങ്ങൾക്ക് ഒരു യൂണിറ്റ് പോലെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കി കവർ ചെയ്ത് പോയത് എന്താണ് പാസേജ്, റിപ്പോർട്ട് റൈറ്റിംഗ്, എസ്സേ റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ. അതൊക്കെ എന്താണ്, അതിനെ എങ്ങനെയൊക്കെയാണ് ഇത് വരിക എന്നുള്ളതും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓവറോൾ ഇതിൽ നോക്കിയത്. കോമൺ എറേഴ്സ്, കുറേ എറേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ജസ്റ്റ് വായിച്ച് പോയിട്ടേ ഉള്ളൂ. അത് ഏതൊക്കെ എറേഴ്സ് എന്നുള്ളത് ഇത് കാര്യമായിട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ ഒരേ മീനിങ് ആയിരിക്കും ഒരു രണ്ട് വേർഡിന് ഉണ്ടാവുക. അതേത് സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ.